ലഘുസിദ്ധാന്ത കൗമുദി. ലഘുസിദ്ധാന്ത കൗമുദി മംഗളാചരണം. ആദ്യം നത്വാ സരസ്വതീം ദേവീം ശുദ്ധാം ഗുണ്യാം കരോമ്യഹം പാണിനീയ പ്രവേശായ ലഘു സിദ്ധാന്ത കൗമുദി. ഇത് ലഘുസിദ്ധാന്ത കൗമുദിയുടെ മംഗളാചരണമാണ്. അതിന്റെ പദങ്ങൾ പിരിക്കുന്ന എങ്ങനെയെന്ന് നോക്കണം. നത്വാ സരസ്വതീം ദേവീം ശുദ്ധാം ഗുണ്യാം കരോമി അഹം. അവിടെ സന്ധി വന്നിരിക്കുകയാണ്. കരോമ്യഹം രണ്ടായി പിരിക്കണം. കരോമി അഹം. പാണിനീയ പ്രവേശായ, അത് ഒറ്റ പദമാണ്. കരോമി അഹം എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങളാണ്, രണ്ട് വാക്കുകൾ. പാണിനീയ പ്രവേശായ അടുത്ത് ലഘുസിദ്ധാന്ത കൗമുദിയും. ഞാൻ അന്വയിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. സാധാരണ ശ്ലോകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആദ്യം പദങ്ങൾ പിരിക്കണം, പിന്നെ അന്വയിക്കണം, അർത്ഥം പറയണം. അത് പിന്നെ അർത്ഥം പറയുന്നിടത്ത് സമാസം, വിഭക്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയണം. പക്ഷെ നമ്മൾ ഇപ്പൊ തുടങ്ങുമ്പോൾ, നമ്മൾ വ്യാകരണം പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, അതുകൊണ്ട് വലിയ വിശദീകരണമില്ലാതെ അതിന്റെ അന്വയവും അർത്ഥവും മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം തുടങ്ങേണ്ടത് അഹം. കരോമി അഹം എന്നുള്ളതിലെ അഹത്തെ ആദ്യം കൊണ്ടുവരണം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. ഞാനെന്ന് പറഞ്ഞാൽ ആരാണോ ഈ ലഘുസിദ്ധാന്ത കൗമുദി എഴുതിയത് ആള്, ആരാണ്? വരദരാജ പണ്ഡിതൻ. അപ്പം അഹം വരദരാജ പണ്ഡിത. പിന്നെ വരുന്നത് പറയുന്നത് സരസ്വതി ദേവിയെ കുറിച്ചാണ്. ആ സരസ്വതി ദേവിയെ വിശേഷിപ്പിക്കുന്നു. രണ്ട് വിശേഷണങ്ങളാണ്. ശുദ്ധാം ഗുണ്യാം. അപ്പൊ അഹം വരദരാജ പണ്ഡിത ശുദ്ധാം ഗുണ്യാം സരസ്വതീം ദേവീം നത്വാ പാണിനീയ പ്രവേശായ ലഘു സിദ്ധാന്ത കൗമുദീം കരോമി. അഹം വരദരാജ പണ്ഡിത ശുദ്ധാം ഗുണ്യാം സരസ്വതീം ദേവീം നത്വാ പാണിനീയ പ്രവേശായ ലഘുസിദ്ധാന്ത കൗമുദീം. മേളിൽ നിന്ന് കരോമി എന്നുള്ള ക്രിയയെ ഇവിടെ കൊണ്ടുവരണം. അത് ക്രിയയാണ്, ക്രിയാപദമാണ്. കരോമി. ഇനി എന്റെ അർത്ഥം, അഹം വരദരാജ പണ്ഡിത, വരദരാജ പണ്ഡിതൻ ആയ ഞാൻ, ശുദ്ധാം ഗുണ്യാം സരസ്വതീ ദേവീം നത്വാ, ശുദ്ധയും ഗുണ്യയുമായ സരസ്വതീ ദേവിയെ നമസ്കരിച്ചിട്ട്. ശുദ്ധ എന്ന് പറയുന്നത് ദേവിയാണ്, ശുദ്ധയാണ്, അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഗുണ്യ, അനേക ഗുണങ്ങളോട് കൂടിയവൾ. ഇത് മംഗളാചരണ രൂപത്തിൽ ചെയ്യുന്നതാണ്. വ്യാകരണ ശാസ്ത്രത്തെ അഭ്യസിക്കുന്നവർ സരസ്വതി ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ
ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വിദ്യ അവർക്ക് അനായാസമായി പ്രാപ്തമാകും. അങ്ങനെ ഉപാസിക്കുന്നവർക്ക് അനേകം അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഗുണങ്ങളോടുകൂടിയവർ. അതാണ് ഗുണ്യ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ വിദ്യാർത്ഥിയെ അനുഗ്രഹിക്കുന്നവൾ എന്നർത്ഥം. അങ്ങനെയുള്ള ശുദ്ധയും ഗുണ്യയുമായ സരസ്വതീം ദേവിയും സരസ്വതീ ദേവിയെ വിദ്യാദേവതയെ നത്വ നമസ്കരിച്ചിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? പാണിനീയ പ്രവേശായ ലഘുസിദ്ധാന്ത കൗമുദിയും കരോമി. ലഘുസിദ്ധാന്ത കൗമുദിയെ കരോമി എന്ന് വെച്ചാൽ ചെയ്യുന്നു, എന്ന് വെച്ചാൽ നിർമ്മിക്കുന്നു, രചിക്കുന്നു. ലഘുസിദ്ധാന്ത കൗമുദി പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ലഘുവായ സിദ്ധാന്ത കൗമുദി. ലഘുവായ സിദ്ധാന്ത കൗമുദി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ സിദ്ധാന്ത കൗമുദി എന്നാണ്. അപ്പൊ ചെറിയ സിദ്ധാന്ത കൗമുദി എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? ഒരു വലിയ സിദ്ധാന്ത കൗമുദി ഉണ്ടെന്ന് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ വലിയ സിദ്ധാന്ത കൗമുദിയും ചെറിയ സിദ്ധാന്ത കൗമുദിയും തമ്മിൽ എന്താ ബന്ധം? വലിയ സിദ്ധാന്ത കൗമുദിയെ ചെറുതാക്കിയതാണ് ലഘുസിദ്ധാന്ത കൗമുദി. അപ്പൊ സിദ്ധാന്ത കൗമുദി എന്ന് പറയുമ്പോൾ പാണിനി മഹർഷിയുടെ 4000-ഓളം സൂത്രങ്ങൾ. സൂത്രസംഖ്യയിൽ അല്പസ്വല്പ വ്യത്യാസമൊക്കെ പറയും. ചില പറയും 3955 എന്ന് പറയും. അല്പസ്വല്പ വ്യത്യാസമുണ്ട്. പൊതുവെ പറഞ്ഞാൽ 4000-ഓളം സൂത്രങ്ങൾ ഒന്നുപോലും വിടാതെ വ്യാഖ്യാനിച്ച് ഒരു ഗ്രന്ഥമാക്കിയതാണ് സിദ്ധാന്ത കൗമുദി. ഭട്ടോജി ദീക്ഷിതർ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് വരദരാജ പണ്ഡിതർ എന്നാണ് പറയുന്നത്. പറയുകയല്ല, അങ്ങനെയാണ്. കാരണം ഈ വരദരാജ പണ്ഡിതർ തന്നെ എഴുതിയിട്ടുള്ള മധ്യസിദ്ധാന്ത കൗമുദി എന്ന് പറയുന്നു മറ്റൊരു പുസ്തകമുണ്ട്. ഇതിലുള്ളതിൽ നിന്നൊരു 1000-ഓളം സൂത്രം കൂടുതലുണ്ട്. അതിന്റെ മംഗളാചരണത്തിൽ പറയുന്നുണ്ട്, എന്റെ ഗുരുവായ ഭട്ടോജി ദീക്ഷിതരെ സ്മരിച്ചുകൊണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം 2 പുസ്തകങ്ങളാണ് എഴുതിയത്. ഒന്ന് മധ്യസിദ്ധാന്ത കൗമുദി, മറ്റൊന്ന് ലഘുസിദ്ധാന്ത കൗമുദി. പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. സിദ്ധാന്ത കൗമുദിയെ ഒന്ന് സംഗ്രഹിച്ചതാണ് മധ്യസിദ്ധാന്ത കൗമുദി. പക്ഷെ ഇതിലൊന്നും ഒരു 1000-ഓളം സൂത്രങ്ങൾ കൂടുതലുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് തോന്നി അത് പോരാ, ഒന്നുകൂടി ചെറുതാക്കാം എന്ന് കരുതി ഒരു 1200 ശിഷ്ടം സൂത്രങ്ങൾ, 1200-ഓളം സൂത്രങ്ങൾ മാത്രം എടുത്തിട്ട് സിദ്ധാന്ത കൗമുദി ഒന്നുകൂടി സംഗ്രഹിച്ചു. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ ഇതൊരു സ്വതന്ത്ര രചനയല്ല, ഒരു വലിയ പുസ്തകത്തെ ചെറുതാക്കി. പക്ഷെ എന്നാലും ഈ പുസ്തകത്തിന്റെ നിർമ്മാണത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യം ഇദ്ദേഹം എടുത്തിട്ടുമുണ്ട്. സിദ്ധാന്ത കൗമുദിയുടെ അതേ ക്രമമല്ല. സിദ്ധാന്ത കൗമുദിയിൽ പറയുന്ന വിശദീകരണങ്ങളിലെല്ലാം ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഒട്ടുമുക്കാലും സിദ്ധാന്ത കൗമുദി തന്നെ. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ പതിപ്പ്, അതാണ് ലഘുസിദ്ധാന്ത കൗമുദി. അതെന്തിനു വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു? ലഘുസിദ്ധാന്ത കൗമുദി എന്ന് പറയുന്ന ഗ്രന്ഥത്തെ എന്തിനെഴുതി? പറയുന്നു, പാണിനീയ പ്രവേശായ, പാണിനീയത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി. അവിടെയാണ് പാണിനി വരുന്നത്. പാണിനീയം എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം പറയുന്നത് പാണിനി നിർമ്മിച്ച വ്യാകരണ ശാസ്ത്രം
അതിന് പറയും പാണിനിന പ്രോക്തം, പാണിനീയം, പാണിനി രചിച്ച. അത് പ്രോക്തം എന്ന് പറയുന്നത് പണ്ട് എഴുതുന്ന രീതിയില്ലല്ലോ, എല്ലാം പറയുകയാണ്. അപ്പോൾ പാണിനി 4000-ഓളം സൂത്രങ്ങളുടെ രൂപത്തിൽ സംസ്കൃത ഭാഷയ്ക്ക് ഒരു വ്യാകരണത്തെ ഉണ്ടാക്കി, ഒരു വ്യാകരണ ശാസ്ത്രത്തെ ഉണ്ടാക്കി. അന്ന് ഈ എഴുത്ത് സമ്പ്രദായം കുറവായതുകൊണ്ട് ഇത് ഗുരുശിഷ്യ പരമ്പരയിൽ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി അതിനെ ചെറുതാക്കി. ചെറുതാക്കി എന്നാണ് സൂത്രത്തിന്റെ അർത്ഥം. ചെറുതാക്കി അത് സൂത്രമാണ്. അത് വളരെ ചെറുതാക്കി കളഞ്ഞു പാണിനി. ചെറുതാക്കിയാലും കുഴപ്പമില്ല, വളരെ ചെറുതാക്കി. അതുകൊണ്ടാണ് അതിന് സൂത്രം എന്ന് പേര് വന്നു. സൂത്രം എന്തെന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ നിങ്ങളുടെ ഇരിക്കുന്ന പുസ്തകത്തിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അല്പാക്ഷരം, അസന്നിഗ്ധം, സാരവത്, വിശുദ്ധോമുഖം, അസ്തോഭം, അനവദ്യം ച സൂത്രം, സൂത്രവിദോ വിദോ. നമ്മൾ ബ്രഹ്മസൂത്രത്തിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ചുരുക്കിയ ശബ്ദങ്ങളെന്ന് മനസ്സിലാക്കുക, അതാണ് സൂത്രം. പാണിനിയോ എന്ന് പറയുന്നത് ആ സൂത്രങ്ങളെയാണ്, 4000-ഓളം വരുന്ന സൂത്രങ്ങൾ. പക്ഷെ നമ്മൾ വ്യാകരണം പഠിക്കുന്നവരെ സംബന്ധിച്ച് പാണിനിയോ എന്ന് പറഞ്ഞാൽ അത്രയും മനസ്സിലാക്കിയപ്പോൾ വ്യാകരണം പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും പറയുന്നതാണ് വൈയാകരണന്മാരെന്ന്. വയ്യ എന്ന് കേട്ടിട്ട് മലയാളത്തിലെ വയ്യ എന്നുള്ള എടുക്കരുത്. ആ വയ്യ അല്ല, ഇവിടെ ആകുന്ന കാര്യമാണ്. തുടക്കത്തിൽ തന്നെ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ടെങ്ങനെ പോകുമെന്ന് ചില ചിന്തിക്കും. ആ വയ്യ അല്ല, സംസ്കൃതത്തിലെ വയ്യായാണ്. അപ്പം വയ്യാകരണന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കുന്നവരെയും പറയും, പഠിപ്പിക്കുന്നവരെയും പറയും. അപ്പം നമ്മളെല്ലാവരും വയ്യാകരണന്മാരാണ്. പഠിക്കുമെന്നറിയണം, അത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അപ്പൊ ഈ വൈയാകരണന്മാരുടെ അഭിപ്രായം അനുസരിച്ച് പാണിനീയം എന്ന് പറഞ്ഞാൽ പാണിനീയ സൂത്രങ്ങൾ, അതിനെഴുതിയിട്ടുള്ള വാർത്തികങ്ങൾ, പിന്നെ ഭാഷ്യം, ഇത് മൂന്നിനും ചേർത്തിട്ടാണ് പാണിനീയം എന്ന് പറയുന്നത്. സൂത്രങ്ങൾ അങ്ങനെ പറയും, പക്ഷെ അത് പോരാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സങ്കോചിച്ചു പോയി എന്ന് പറയും. എന്തുകൊണ്ടാണ്? ആ സൂത്രങ്ങൾ മാത്രം ഈ വ്യാകരണ ശാസ്ത്രത്തെ മനസ്സിലാക്കുന്നതിന് അപര്യാപ്തമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ വാർത്തികവും വേണം. വാർത്തികം എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഉക്ത അനുക്ത ദുരുക്താനാം ചിന്ത എത്ര പ്രവർത്തതേ തം ഗ്രന്ഥം വാർത്തികം പ്രാഹു വാർത്തികജ്ഞ വിചക്ഷണാഹ. അതിൻ്റെയൊക്കെ അർത്ഥം പഴയ ക്ലാസ്സുകളിൽ തപ്പി നോക്കിയാൽ മതി, കിട്ടും. അതാണ് വാർത്തികം. അപ്പോൾ അവിടെ സൂത്രത്തിന് വാർത്തികം എന്തുകൊണ്ട് വേണ്ടി വന്നു? കാരണം പാണിനീയ സൂത്രങ്ങൾ നിർമ്മിക്കുന്ന ഈ അവസരത്തിൽ ഈ സംസ്കൃത ഭാഷയ്ക്ക് നല്ല പ്രചാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂത്രം നിയമമുണ്ടാക്കി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭാഷയിൽ മാറ്റങ്ങളെല്ലാം വന്നു. അപ്പോൾ ഭാഷയ്ക്കൊരടുക്കും ചിട്ടയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂത്രം ഉണ്ടാക്കുന്നത്, നിയമം ഉണ്ടാക്കുന്നത്. സൂത്രം എന്ന് വെച്ചാൽ നിയമം. പക്ഷെ ഭാഷ അങ്ങനെ ഒരു നിയമത്തിൽ നിൽക്കത്തില്ല. ഒരു ഭാഷ ജീവത് ഭാഷയാണെങ്കിൽ, എന്ന് വെച്ചാൽ മനുഷ്യൻ, ജീവത് ഭാഷ എന്ന് പറയുന്നതാണ് മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ. ആശയവിനിമയത്തിന്, എഴുത്തിനും വായനയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ് ജീവത് ഭാഷ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാഷ, ഒരു നിയമം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഭാഷ നിയമത്തിനനുസരിച്ച് നിൽക്കത്തില്ല. ഭാഷ വികസിക്കും, വളരും. അപ്പം നിയമം ഒരിടത്ത് കിടക്കും, ഭാഷ ഒരിടത്ത് പോകും. ഇത് തന്നെ സംസ്കൃതത്തിൽ സംഭവിച്ചു. ഇപ്പം പാണിനീയ നിയമങ്ങളെ എല്ലാം പലയിടത്തും
ഭാഷ അതിക്രമിച്ചു പോയി. അതൊന്ന്. മറ്റൊന്ന്, ചിലപ്പം ആ നിയമം ഉണ്ടാക്കിയപ്പോൾ വളരെ സൂക്ഷ്മ ബുദ്ധിയോടുകൂടിയാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും പ്രമാദം ആർക്ക് സംഭവിക്കാൻ ചിലപ്പോൾ പാണിനിയുടെ ശ്രദ്ധയിൽപ്പെടാതെ ചില വിഷയങ്ങൾ പോയി, അത് നിയമത്തിൽ ഉൾക്കൊണ്ടില്ല. എന്തായാലും ഭാഷയിൽ ഈ ഭാഷയും നിയമങ്ങളും നോക്കുമ്പോൾ ഒരു ന്യൂനത, നിയമം ഭാഷയ്ക്ക് പോരാ എന്ന് തോന്നുന്നു. അപ്പോൾ അതിനൊരു കുറിപ്പടി എഴുതി, ഒരു അടിക്കുറിപ്പ്, സൂത്രങ്ങൾക്ക് എഴുതിയ അടിക്കുറിപ്പിനെയാണ് വാർത്തികം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞു, നിങ്ങളുടെ ഈ സൂത്രത്തിൽ ഇന്ന പോരായ്മയുണ്ട്, ഇവിടെ ഇതുകൂടി ചേർത്താൽ കൊള്ളാം, ഇതിലിങ്ങനെ ഒരു മാറ്റം വരുത്തിയാൽ നന്നായിരിക്കും. അങ്ങനെ ചിലപ്പോൾ സൂത്രത്തിനെ ഒന്നുകൂടി പരിപോഷിപ്പിച്ച്, ചിലപ്പോൾ സൂത്രത്തിനൊരു ചെറിയ കുത്തു കൊടുത്തിട്ട്, പൊട്ട് കൊടുത്തിട്ട് സൂത്രകാരൻ ഇത് പോരാ, ഇതത്ര ഭംഗിയല്ല, ഉപദേശിച്ചത് പല രീതിയിലും അത് വാർത്തകങ്ങൾ എഴുതി. പക്ഷെ അത് കൂടാതെ സൂത്രം അപൂർണമാണ്. അത് എഴുതിയ ആളിനെ കാത്യായനെന്നും വരരുചി എന്നും പറയുന്നുണ്ട്, രണ്ടുപേര് പറയുന്നുണ്ട്. അത് ദക്ഷിണദേശത്തുള്ള ആളാണെന്നും പറയുന്നുണ്ട്. അതൊക്കെ വിവാദമുള്ള കാര്യങ്ങളാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതും പോരാതെ വന്നു. സൂത്രവും വാർത്തയും കൂടി ചേർന്നാലും ഭാഷയ്ക്ക് നിയമമാകാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ ആണ് അവിടെ പതഞ്ജലി എന്ന് പറയുന്ന ഭാഷ്യകാരൻ പ്രത്യക്ഷപ്പെടുന്നത്. പതഞ്ജലി എന്ന് പറയുന്നത് മഹാപ്രാജ്ഞനായ ഒരു വൈയാകരണനാണ്. വ്യാകരണം മാത്രമല്ല, പതഞ്ജലി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന സർവശാസ്ത്രങ്ങളിലും സംസ്കൃതവുമായി ബന്ധപ്പെട്ടു അപാരമായ അറിവുണ്ടായിരുന്ന ഒരാൾ. അപ്പോൾ ഭാഷയും വളരെയധികം മാറിയെന്ന് മനസ്സിലാക്കണം. അപ്പോൾ സൂത്രത്തെയും വാർത്തികത്തെയും പരിശോധിച്ച് അതിലെയും പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് വ്യാകരണശാസ്ത്രത്തെ പരിഷ്കരിച്ചു. അതിനാണ് ഭാഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അത് അത്ര പ്രൗഢവും ഗംഭീരവുമാണ്. അതുകൊണ്ട് പിന്നീട് പല സൂത്രങ്ങളും ഉണ്ടായി, അതിനെല്ലാം ഭാഷ്യങ്ങളുണ്ടായെങ്കിലും ഇതിനെ പറയുന്നത് മഹാഭാഷ്യം എന്നാണ്. പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഓരോ സന്ദർഭത്തിൽ വരുമ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ ആമുഖമായി അറിയേണ്ട കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അല്ല, സൂത്രങ്ങൾ, പാണിനി രചിച്ച സൂത്രങ്ങൾ വലിയ കാര്യമായ ഒരു വ്യത്യാസം കൂടാതെ ഇന്നും നമുക്ക് കിട്ടുന്നുണ്ട്. വാർത്തികം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരിടത്തും കാണാനില്ല. പക്ഷെ വാർത്തികത്തെ നമ്മൾ കാണുന്നത് ഭാഷ്യത്തിലാണ്. ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ ഉദ്ധരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വാർത്തികങ്ങളെ മനസ്സിലാക്കുന്നത്. ഭാഷ്യം ഉപലബ്ധമാണ്, അതിനും കുറേയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ. കാരണം ഇത് മൂന്നും എഴുതിയത് BC-യിലാണ്, ക്രിസ്തുവിന് മുമ്പ്. അത് ഏകദേശം 300-ന് ശേഷം 200-നടുപ്പിച്ചാണ് പാണിനി. ഇതൊക്കെ വിവാദമുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ കാത്യായനം വാർത്തികകാരൻ, ക്രിസ്തുവിന് മുമ്പ് തന്നെ മഹാഭാഷ്യകാരൻ പതഞ്ജലി എന്നാണ് പൊതുവെ പറയുന്നത്. പിന്നെ അതിൽ തർക്കങ്ങളുണ്ട്. അത് ബുദ്ധന് മുമ്പാണോ ബുദ്ധന് ശേഷമാണോ? സൂത്രത്തിൽ ശ്രമണ ശബ്ദം വരുന്നുണ്ട്, അത് ബുദ്ധഭിക്ഷുക്കൾക്ക് ഉപയോഗിക്കുന്നതാണ്. യവന ശബ്ദം വരുന്നുണ്ട്, ഗ്രീക്കുകാർ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ബുദ്ധനും അലക്സാണ്ടറിന് ശേഷമാണ് പാണിനി, അതല്ല അതിന് മുമ്പാണ്. ഇതൊക്കെ ഒരുപാട് വിവാദങ്ങളുണ്ട്. ചരിത്രപരമായി നമുക്കൊന്നും നിർണ്ണയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണത്, നമ്മളിന്ന് നോക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്.
അന്ന് സംസ്കൃത ഭാഷയുടെ നല്ല കാലമായിരുന്നു. അന്ന് ഈ സൂത്രം വാർത്തികത്തോടുകൂടി ചേർത്ത് ഭാഷയും ഇത് പഠിക്കുകയായിരുന്നു അന്നത്തെ രീതി. അപ്പം ഭാഷയുടെ നിയമങ്ങളെല്ലാം മനസ്സിലാവും. പിന്നെ അന്നത്തെ വേറെ സമ്പ്രദായമായിരുന്നു സൂത്രത്തിനും വൃത്തികൾ എഴുതുക. വൃത്തി എന്ന് വെച്ചാൽ ചെറിയ വ്യാഖ്യാനം, നമ്മൾ ടീക എന്നൊക്കെ പറയുന്നു. ആ കാലഘട്ടത്തിൽ പലരും എഴുതി സൂത്രത്തിന് വ്യാഖ്യാനങ്ങൾ, ഭാഷ്യകാരന് ശേഷം. അപ്പോൾ ആ വൃത്തി അനുസരിച്ച് സൂത്രം, വൃത്തി, ഭാഷ്യം ആ രീതി പഠിച്ചുകൊണ്ടിരുന്നു. അതിൽ വളരെ പ്രസിദ്ധമായി ഇന്നും ആൾക്കാർ പഠിക്കുന്നതാണ് കാശികാവൃത്തി, വാമന ജയാദിത്യന്മാരുടെ കാശികാവൃത്തി. അത് വളരെ പ്രാമാണികമായ ഗ്രന്ഥമായി സ്വീകരിക്കുന്നു. അപ്പോൾ പഴയ കാലത്ത് പഠിക്കുന്ന ആദ്യം ഈ പാണിനീയ സൂത്രങ്ങൾ, 4000-ഓളം സൂത്രങ്ങൾ മനഃപ്പാഠം ചെയ്യുക. എന്നിട്ട് അതിന്റെ സാമാന്യമായ അതിന്റെ നിയമങ്ങളനുസരിച്ച് അതിന്റെ വൃത്തി മനസ്സിലാക്കുക, ഈ കാശികാവൃത്തി അനുസരിച്ച്. അത് കഴിഞ്ഞ് ഭാഷ്യം പഠിക്കുക. പിന്നെ സൂത്രകർമ്മം എന്ന് പറയും. ഏകദേശം 10-ാം നൂറ്റാണ്ട് വന്നപ്പോൾ ഇതിനൊരു മാറ്റം വന്നു. ഏകദേശം 1000 വർഷം അങ്ങനെ പഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മാറിയിട്ട് അതിന് പ്രക്രിയാക്രമം വന്നു. അതായത് സൂത്രകർമ്മത്തിൽ പഠിക്കുന്ന മാറിയതിനു ശേഷം എങ്ങനെയാണോ രൂപം സിദ്ധിക്കുന്നത് അതിന് പ്രാധാന്യം കൊടുത്ത് സൂത്രങ്ങളെ പഠിക്കുക. അതായത് പാണിനി ഏത് ക്രമമാണോ പറഞ്ഞ ആ ക്രമത്തെ മുഴുവൻ തെറ്റിച്ചു. ഒരു രൂപം സിദ്ധിക്കുന്നതിന് ആവശ്യമുള്ള സൂത്രങ്ങൾ ഏതോ അതിനാദ്യം പഠിക്കുക. അത് വേണ്ടി പലരും ശ്രമിച്ചു. രൂപാവതാരം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പതുക്കെ പ്രത്യക്ഷപ്പെട്ടു. അത് വന്ന് ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ വരുമ്പോൾ, എന്നുവെച്ചാൽ ഇപ്പം അടുത്തു വരുമ്പോഴാണ് ഭട്ടോജി ദീക്ഷിതർ സിദ്ധാന്തകൗമുദി എഴുതുന്നത്. അതേ കാലഘട്ടത്തിലാണ് കേരളത്തിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പ്രക്രിയ സർവസ്വം, അപാണിനീയ പ്രമാണം, ധാതുകാവ്യം തുടങ്ങിയ പ്രൗഢങ്ങളായ വ്യാകരണ ഗ്രന്ഥങ്ങൾ എഴുതുന്നു. ആ കാലഘട്ടത്തിലാണ്. ഇതുപോലെ എങ്ങനെയാണോ സിദ്ധാന്തകൗമുദി, അതുപോലെ തന്നെ പ്രക്രിയകളെ, അതായത് രൂപങ്ങൾ സിദ്ധിക്കുന്ന രീതി, അതിനാണ് പ്രക്രിയ എന്ന് പറയുന്നത്. ഒരു ശബ്ദം, രാമ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ശബ്ദം സിദ്ധിക്കുന്നത്, ആ രീതിയാണ് പ്രക്രിയ എന്ന് പറയുന്നത്. ചില വാക്കുകളൊക്കെ പുതിയതായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അത് എന്നെ പ്രതിപാദിക്കുന്ന പ്രൗഢമായ ഒരു ഗ്രന്ഥമാണ് പ്രക്രിയ സർവസ്വം. പക്ഷെ അതിനൊന്നും പ്രചാരം കിട്ടിയില്ല. അതുപോലെ പലരും എഴുതി. സിദ്ധാന്തകൗമുദിക്കാണ് പ്രചാരം വന്നത്. അതിനെ തുടർന്ന് ഇതിനെ പിന്നീട് അതോടുകൂടി പഴയ സമ്പ്രദായം അങ്ങ് പോയി, സൂത്രക്രമം അങ്ങ് പോയി. പിന്നെ പ്രക്രിയാക്രമത്തിൽ, അതായത് സിദ്ധാന്തകൗമുദിയുടെ ക്രമത്തിലായി വ്യാകരണത്തിന്റെ പഠനവും പാഠനവുമില്ല. പിന്നെ വ്യാഖ്യാനങ്ങളെല്ലാം ഇതിനായി. സിദ്ധാന്തകൗമുദി എഴുതിയിട്ട് അദ്ദേഹം തന്നെ അതിന് വ്യാഖ്യാനം എഴുതി, പ്രൗഢ മനോരമ, അതും പ്രൗഢമാണ്. അദ്ദേഹത്തിന്റെ മകന്റെ മകൻ എഴുതി ശബ്ദരത്നം, നാഗോജി ഭട്ടിന്റെ ശബ്ദേന്ദു ശേഖരം. ഇതിനകത്തുനിന്നുള്ള 100 കണക്കിന് ഗ്രന്ഥങ്ങൾ ഈ 17-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായി, വളരെയധികം. പിന്നെ ഇതിനോടനുബന്ധമായിട്ട് ധാതുപാഠം, ഗണപാഠം, ലിംഗാനുശാസനം എന്ന് പറഞ്ഞു. വ്യാകരണം എന്ന് പറയുന്ന ഒരു മഹാസമുദ്രമാണ്. ഒരാൾക്ക് ഒരായുസിലത്, ഒരായുസല്ല, ഒരു 100 ആയുസ് കിട്ടിയാലും ഇന്ന് പഠിച്ചു തീരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയും വിപുലമാണത്. അതിൽ ഈ പ്രക്രിയാക്രമത്തിൽ സംക്ഷേപിച്ചതാണ് ലഘുസിദ്ധാന്തകൗമുദി. ഇതിനെ ഇനി സംക്ഷേപിച്ചിട്ടുണ്ട് പരമലഘുസിദ്ധാന്തകൗമുദി. പിന്നീട് ഒരാൾ അതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാണിനീയം എന്ന് പറയുമ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മൾ പഠിക്കുന്നത്
സൂത്രം, വാർത്തികം, ഭാഷ്യം, ഇതിന്റെ എല്ലാം സാരത്തെ ഉൾക്കൊള്ളുന്ന ആ സിദ്ധാന്തകൗമുദിയുടെ സംഗ്രഹമായ ലഘുസിദ്ധാന്തകൗമുദിയാണ്. ഇതിനകത്ത് ഇതിന്റെ എല്ലാ സാരം ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ദയാനന്ദ സരസ്വതിയുടെ കാലം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വ്യാകരണ പഠനം പ്രക്രിയാക്രമത്തിൽ പഠിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് അത് സൂത്രക്രമത്തെ തന്നെ പഠിക്കണം എന്ന് കഴിഞ്ഞ് അദ്ദേഹം അതിനെ പുനരുജ്ജീവിപ്പിച്ചു. അതുകൊണ്ട് ഇന്നും ആര്യസമാജികൾ ഈ സമ്പ്രദായത്തിൽ പഠിക്കത്തല്ല, അവർ സൂത്രക്രമത്തിലാണ് പഠിക്കുന്നു. അതിന് പല മേന്മകളും ഉണ്ടെന്ന് പറയുന്നു. രണ്ടു പക്ഷമാണ്. അല്ല, ഇതിനും പല മേന്മകളുണ്ടെന്ന് പറയുന്നു. അതും വിവാദമുള്ള കാര്യമാണ്. എന്തായാലും നമ്മളിപ്പോൾ പഠിക്കുന്നത് പാണിനീയം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പാണിനീയത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ലഘുസിദ്ധാന്തകൗമുദിയിലേക്ക് പ്രവേശിക്കുന്നു. അതിൽ ഇതിന്റെ എല്ലാ സാരമുണ്ട്. സൂത്രം, വാർത്തികം, ഭാഷ്യം, അതിന്റെ എല്ലാം താല്പര്യം ഇതിനകത്ത് വരും. ഇതില് ക്ലിഷ്ടങ്ങളായി വരുന്ന സൂത്രങ്ങളെല്ലാം ഒഴിവാക്കി ഒരാൾക്ക് സംസ്കൃത ഭാഷയിലേക്ക് പ്രവേശിക്കുന്നതിന് അവശ്യം വേണ്ടതായ നിയമങ്ങളെ മാത്രം എഴുതി വച്ചിട്ടുള്ളൂ. കാരണം അതിനെ 4-1 ചുരുക്കിയില്ലേ, അല്ലെങ്കിൽ 3-1 ചുരുക്കി. അതുകൊണ്ട് പേരുകൊണ്ട് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ലഘു സിദ്ധാന്തകൗമുദിയാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ രചന എന്ന് പറയുന്നത് സൂത്രരൂപത്തിലാണ്. സൂത്രം എന്താണെന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല പലയിടത്തും. അതുകൊണ്ട് അതിന് വൃത്തി എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം സൂത്രത്തിന്റെ താഴെയുണ്ട്. ആ സൂത്രം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ വൃത്തി പഠിച്ചാലേ പറ്റും. എന്നുവെച്ചാൽ അതിന്റെ വ്യാഖ്യാനത്തെയാണ് വൃത്തി എന്ന് പറയുന്നത്. മലയാളത്തിലെ വൃത്തിയല്ല, സൂത്രവൃത്തി. അപ്പോൾ അത് പഠിച്ചാലും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഇതിൽ പറയുന്ന 1000-ലധികം സൂത്രങ്ങൾ ഒന്നും മറ്റൊന്നിനോട് ഒരു ചങ്ങലക്കണ്ണി പോലെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു സൂത്രം പഠിക്കുമ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. എത്ര ബുദ്ധിമാനായാലും കഴിയത്തില്ല. അത് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ അവസാനം വരെ പോകേണ്ടി വരും. ചിലപ്പോൾ അവസാനം വരെ പോയാലും മനസ്സിലാകാതെ കിടന്നാൽ പിന്നെ സിദ്ധാന്തകൗമുദിയുടെ അവസാനം വരെ പോകേണ്ടി വരും. അതിവിടെയും മനസ്സിലായെങ്കിൽ പിന്നെ പ്രൗഢ മനോരമ, ലഘുശബ്ദേന്ദി ശേഖരം, അവിടെയൊക്കെ പോയി അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് സാധാരണ നമ്മൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ ഒരു സൂത്രം പഠിക്കുന്നു, അർത്ഥം പഠിക്കുന്നു, എനിക്കത് പൂർണ്ണമായും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ആരും നിരാശപ്പെടരുത്. അപ്പോൾ നമുക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റുമോ അത്രമാത്രം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. വാശി പിടിക്കരുത്. അത് പറയാൻ കാരണം ഇവിടെ ഒരു വലിയ ആൾക്കൂട്ടം കാണുന്നുണ്ട്. ഒരു പൊതുസമ്മേളനത്തിലുള്ള ആളുണ്ട്. ആരും വഴിതെറ്റിങ്ങോട്ട് കയറിയതൊന്നും അല്ല. ഇവിടെ വല്ല ചെറുമല്ല പ്രസാദ വിതരണം വല്ലതും ഉണ്ടോ എന്നറിയാം. അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. തട്ടും പുറത്തും ഒരുപാട് ആളിരിപ്പുണ്ട്. അപ്പോ ഇത് ഓർത്തിരിക്കണം ആദ്യം. ഇത് അങ്ങനെ പൂർണ്ണമായി മനസ്സിലാക്കി പോകാൻ പറ്റത്തില്ല. എത്രമാത്രം നമുക്ക് മനസ്സിലാക്കാമോ അത്രമാത്രം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. പിന്നെ പൊതുവെ വ്യാകരണത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഇത് വളരെ പ്രയാസമാണ്. അത് ശരിയല്ലെന്നാണ് എന്റെ അനുഭവവും എന്റെ അഭിപ്രായവും. പിന്നെ പലരും ഇത് പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട് ഇത് വലിയ പ്രയാസപ്പെട്ട ഒരു സാധനമാണ്. അതിനൊരു പ്രധാന കാരണം, നമ്മളിത്
ആദ്യം ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒട്ടും പരിചയമുള്ള ഒരു ശൈലിയല്ല ഇതിന്റെ പ്രതിപാദന ശൈലി. ഇതുവരെ നമ്മളാരും ഇത് പഠിച്ചിട്ടില്ലാത്തവർ കണ്ടിട്ടോ കേട്ടിട്ടോ ഉള്ള ഒരു രീതിയിലല്ല ഇവിടെ ഭാഷയുടെ നിയമങ്ങളെ പറയുന്നു. അത് നമ്മൾ ഓർക്കണം. എന്താണ് 2000 വർഷം മുമ്പ് എഴുതിയതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കും പോലെ അല്ല അന്ന് ചിന്തിച്ചത്. അതും എഴുതിയതാരോ ഈ മനുഷ്യ വർഗം കണ്ടതിലെ ഏറ്റവും വലിയൊരു ബുദ്ധിമാൻ. അങ്ങനെ ഒരാളാണ് എഴുതിയത്. നമ്മുടെ ബുദ്ധിയെക്കുറിച്ച് നമുക്ക് അറിയാം. നമുക്ക് വലിയ മതിപ്പുണ്ടെങ്കിലും അത്രയൊന്നും ഇല്ല എന്നും നമുക്കറിയാം. ഇത്രയും വലിയൊരു ബുദ്ധിമാൻ എഴുതിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ തുടക്കത്തിൽ മനസ്സിലാക്കുന്നതിനൊരു പ്രയാസം വരും. എല്ലാവർക്കും അത് അനുഭവപ്പെടും. എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരും നിരാശപ്പെടണ്ട. കാരണം ഞാനിത് 2 തവണ പഠിച്ചിട്ട് ഉപേക്ഷിച്ചതാണ്. 3ാമത്തെ തവണയാണ് എനിക്കിത് കുറേശ്ശെ മനസ്സിലായി തുടങ്ങിയത്. ഇന്നും കുറേശ്ശെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. കാരണം അത് എഴുതിവെച്ച പുസ്തകത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ ബുദ്ധിയുടെ കുഴപ്പമാണ്. നമ്മൾ മണ്ടന്മാരായെന്ന് പുസ്തകത്തിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബുദ്ധിയുള്ള ഒരാൾ എഴുതി, ബുദ്ധിയില്ലാത്തവർ പഠിക്കുന്നു. പിന്നെ സ്വാഭാവികം ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. അത് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണെന്നുള്ള ഒരു അഭിമാനമൊന്നും ഇല്ലെങ്കിൽ ഇത് കുറേശ്ശെ മനസ്സിലായി തുടങ്ങും. ചെറുതായിട്ട് ഇത് മനസ്സിലായ ഒരാൾക്ക് ഇത് വിടാൻ തോന്നത്തില്ല. കാരണം ഒരു സൂത്രം മനസ്സിലായി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, അതൊരു ചലഞ്ചാണ്. എന്നുവെച്ചാൽ നമ്മളെ വെല്ലുവിളിക്കുക. നീ മനസ്സിലാക്ക് നമ്മളോട് ആവശ്യപ്പെടും. അപ്പം നമുക്കതിനെ പഠിച്ചേ മതിയാവും. കാരണം അങ്ങനെ ഉണ്ടല്ലോ, വെല്ലുവിളികളെ സ്വീകരിക്കുന്നവരുണ്ട്. അല്ലാത്ത മത്കുണന്മാരുണ്ട്. അവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. ചെറിയ മത്കുണനെന്ന് സംസ്കൃതത്തിലൊരു മോശം വാക്കാണ്. എന്നുവെച്ചാൽ മൂട്ടാന്നർത്ഥം. മൂട്ടയുടെ സ്വഭാവം എന്താണ്? ആരെങ്കിലും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തടി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒളിഞ്ഞു പോയി അവിടെ രക്തം കുടിക്കും. വേറെ അധ്വാനമൊന്നുമില്ല. അതായത് അധ്വാനിക്കാൻ തയ്യാറില്ലാത്തവർ, പരിശ്രമിക്കാൻ തയ്യാറില്ലാത്തവർക്ക് എന്തായാലും ഇത് പറ്റത്തില്ല. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വ്യാകരണം പറ്റില്ല. എന്തുകൊണ്ടാണ്? ഒന്ന്, എനിക്ക് പരിശ്രമിക്കാൻ സമയമില്ല, പരിശ്രമിക്കാനൊട്ടും മനസ്സുമില്ല. എന്നാൽ നിരാശപ്പെടേണ്ടി വരും. മറിച്ച് മനസ്സിലാകാതിരിക്കത്തില്ല. ഇത് അത്രയും ക്ലിഷ്ടവുമല്ല. പക്ഷെ നമ്മൾ സാവകാശം, ശനൈർ വിദ്യ എന്നല്ലേ, പതുക്കെ പതുക്കെ ക്ഷമയോടുകൂടി ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലായി തുടങ്ങും. മനസ്സിലായി തുടങ്ങിയാൽ നമ്മളെ ഇത് വെല്ലുവിളിക്കും. പിന്നെ നമുക്ക് വ്യാകരണത്തെ വിടാവൊക്കത്തില്ല. ഞാൻ ആദ്യം ഒരാളുടെ അടുത്തുനിന്ന് പഠിച്ചു, എനിക്ക് മനസ്സിലായില്ല. പിന്നെ അത് നിന്നുപോയി പല കാരണങ്ങൾ കൊണ്ട്. രണ്ടാമതൊരു വലിയ പണ്ഡിതന്റെ അടുത്ത് പോയി പഠിക്കാൻ ശ്രമിച്ചു. അവിടെയും പരാജയപ്പെട്ടു. ലഘുസിദ്ധാന്തപതി മുഴുവൻ തീർത്തു. പക്ഷെ എനിക്കൊരക്ഷരം മനസ്സിലായില്ല. അവസാനം ഗുരു എനിക്കൊരു സ്ഥാനപ്പേര് തന്നു, മണ്ടൻ. അവിടെ നിന്നും പറക്കിക്കെട്ടി മൂന്നാമതൊരാളുടെ അടുത്ത് പോയി. പോയതല്ല, എത്തിപ്പെട്ടതാണ്. ഇതൊന്നും മനഃപൂർവ്വം ഒരിടത്തും പോയില്ല. വ്യാകരണം പഠിക്കാനായിട്ട് ഞാൻ ഒരിടത്തും നടന്നിട്ടുമില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെന്നുപെട്ട ഓരോ സ്ഥലത്ത്. മൂന്നാമത്തെ സ്ഥലത്ത് ചെന്ന് പെട്ടപ്പോഴാണ് എനിക്കിത് ചെറുതായി മനസ്സിലായി തുടങ്ങിയത്. മനസ്സിലായി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, ഈ സൂത്രങ്ങൾ മുഴുവൻ പഠിക്കണം, ഇത് അവസാനിപ്പിക്കണം. അതിൽ സിദ്ധാന്തമതി കൊണ്ട് പറ്റത്തില്ലല്ലോ. പിന്നെ അതിനെക്കുറിച്ചുള്ള പഠനം മുമ്പോട്ട് പോയി. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ
നമുക്കത് ഒരു സൂത്രം ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം വരും. അതാണ് രസം വരും അതിന്. കാരണം അത് നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്കതിനെ നേരിടണമെന്നൊരു താല്പര്യം തോന്നും. അങ്ങനെ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ എത്ര മൂഢബുദ്ധിയായാലും ശരി, നമ്മുടെ ഈ തലച്ചോറിൽ ഉറങ്ങിക്കിടക്കുന്ന കോശങ്ങളുണ്ട്, അതൊക്കെ ഉണരും. എന്റെ തലച്ചോറിലെ 90% ഉറങ്ങിക്കിടന്നതാണ്. ഈ വ്യാകരണം കൊണ്ട് ഒരു 10% ഉണർന്നിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. ബാക്കി ഇപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അത് ഇതിന്റെ ഒരു ശക്തിയാണ്. എല്ലാവരുടെ തലച്ചോറിന്റെ കാര്യം അങ്ങനെയെന്നാ പറയുന്നു. ബ്രെയിൻ തലച്ചോറ് ചോദിച്ചാൽ പിന്നെ എന്താണ്, പച്ചരിയാണോ ഉണക്കലരിയാണോ എന്ന് ചോദിക്കും. മുമ്പ് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മസ്തിഷ്കം. അപ്പോൾ അതിന് വികാസം സംഭവിക്കുമെന്നാ പറയുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ഭയങ്കരമായ ഒരു ജിജ്ഞാസ ഉണ്ടാക്കും. ഇനി അടുത്തെന്താണ്, അടുത്തെന്താണ്. അതാണ് ഈ സൂത്രങ്ങളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകണമെന്ന് തോന്നും. പക്ഷെ ഒന്നും മനസ്സിലായില്ലെങ്കിലോ, ഒരാഴ്ച കഴിയുമ്പോൾ അറിയാം ഇവിടെ എത്ര പേര് ശേഷിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പരിശ്രമിക്കാനുള്ള ഒരിത് ഉണ്ടെങ്കിൽ, കാരണം ഇവിടെ എല്ലാവരും പരിശ്രമശാലികളാണ്, ഒന്നിലല്ലെങ്കിൽ വേറൊന്നിൽ എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് സാധ്യമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം വ്യാകരണം പഠിക്കാൻ വേണ്ടി ഇത്രയും ആൾക്കൂട്ടം, ഇത് ഗിന്നസ് ബുക്കിൽ ചേർക്കേണ്ടതാണ്. കാരണം പാണിനിയുടെ കാലത്തിന് ശേഷം ഞാൻ പല സ്ഥലത്തും വ്യാകരണം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ജനക്കൂട്ടം മുമ്പിലിരുന്ന് വ്യാകരണം ഇതാദ്യമായിട്ടാണ് കാണുന്നത്. നോക്കാൻ അങ്ങനെ പോകുന്നു. ഞാൻ ആരെയും നിരാശപ്പെടുത്തുന്നില്ല. അത് വ്യാകരണം മനസ്സിലാക്കുന്നവർക്ക് പറഞ്ഞതിന്റെ താല്പര്യമാണ്. അത് തന്നെ ഒരു പ്രചോദനമാണ്. മനസ്സിലായെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതാ സന്ദർഭത്തിൽ പറയാം. ഇവിടെ പറയുന്നു, പാഠനീയത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ലഘുസിദ്ധാന്തമതി ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിനെ ഓരോ പ്രകരണങ്ങളായി തിരിച്ചിട്ടുണ്ട്. പ്രകരണം എന്ന് വെച്ചാൽ ഒരു ഭാഗം. നമ്മൾ അധ്യായം എന്ന് പറയുമ്പോൾ അതിലാദ്യം വരുന്നത് സംജ്ഞാപ്രകരണമാണ്. സംജ്ഞ എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പേര്. പക്ഷെ സംസ്കൃതത്തിൽ പറയുമ്പോൾ അത് വെറും ഒരു പേരല്ല, ചില സങ്കേതങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. തുടർന്ന് വരുന്ന ഭാഗങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സങ്കേതങ്ങൾ ആദ്യം വെളിപ്പെടുത്തുകയാണ്. ഈ സങ്കേതങ്ങൾ അറിഞ്ഞിരുന്നാലേ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കണക്കും മറ്റും പഠിക്കുന്നവർ അവർ ചിലപ്പോൾ ചില സങ്കേതങ്ങൾ ആദ്യം പഠിക്കും. എന്നിട്ട് ആ സങ്കേതങ്ങൾക്ക് ചില വാല്യൂസ് ഉണ്ട്, അത് മനസ്സിലാക്കും. ഇപ്പോൾ പൈ എന്ന് പറയുന്നു, സൈൻ, കോസ്, ഇങ്ങനെയൊക്കെ ആദ്യം ചില കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അതിന് ചില വാല്യൂസ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ പിന്നീട് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ആൽഫ എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാകും. ബീറ്റ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാകും. ഇതുപോലെ സയൻസിലും കണക്കിലുമൊക്കെ കുറെ സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ് പഠിക്കുന്നത്, ആധുനികമായ രീതി. ഇതേ രീതി തന്നെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പാണിനി സംജ്ഞ എന്ന് പറഞ്ഞത്. അപ്പോ ഈ പാണിനീയ വ്യാകരണത്തിന് പലരും ആക്ഷേപമായിട്ട് പറയുന്നതാണ് സംജ്ഞകളെ കൊണ്ട് ഇത് സങ്കീർണമാണെന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ ആധുനിക ശാസ്ത്ര പഠനവും അതുപോലെ സങ്കീർണമാണ്. കാരണം അതിലും നിരവധി സംജ്ഞകൾ ഉപയോഗിക്കുന്നു. കാരണം ഏതെങ്കിലും വളരെ
സയൻസിനെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകം എടുത്ത് സയൻസ് പഠിച്ചിട്ടില്ലാത്ത ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അതിൻ്റെ അകത്ത് കുറെ മനസ്സിലാക്കാത്ത വാക്കുകളും കുറെ ഇക്വേഷൻസും കുറെ ഡെറിവേഷൻസും ഇതൊന്നും നമുക്ക് എന്താണെന്ന് മനസ്സിലാകത്തില്ല. അതേ ഉള്ളൂ ഇതിലും. ആദ്യം എന്ത് ചെയ്യണം? എന്താണെന്നത് മനസ്സിലാക്കണം. എന്താണ് സംജ്ഞ എന്നുള്ളത് മനസ്സിലാക്കണം. ആ സംജ്ഞയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അടുത്ത് ആ സംജ്ഞകളെ ഉപയോഗിക്കണം. അപ്പോൾ ഈ വ്യാകരണത്തിൽ പാണിനീയ വ്യാകരണത്തിന് നമ്മുടെ ഇന്നുള്ള വ്യാകരണങ്ങളിൽ നിന്നുള്ള വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇന്നുള്ള വ്യാകരണങ്ങളിൽ നമ്മൾ സാധാരണ പ്രധാനമായി പഠിക്കുന്നത് വാക്യങ്ങളാണ്. മലയാളമായാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷായാലും ആദ്യം നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ടെൻസ് പഠിക്കും, ഹിന്ദിയിലും അങ്ങനെയാണ്. പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് കുറെ പഠിക്കും. തുടക്കം മുതലേ അത് പഠിക്കുന്നു. അപ്പോൾ വാചകങ്ങളിലൂടെയാണ് നമ്മൾ ഭാഷയുടെ നിയമങ്ങൾ പഠിക്കുന്നത് പ്രധാനമായിട്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും വരുമെങ്കിലും ഇവിടെ പാണിനീയ വ്യാകരണത്തിൽ അങ്ങനെയല്ല. ഇതിനെ പറയുന്നത് എന്താണ്? പദശാസ്ത്രം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ പദങ്ങളും എങ്ങനെ ഉണ്ടായി വരുന്നു, ചെറിയ പദങ്ങൾ, ഒറ്റപ്പദങ്ങൾ, കൂട്ടുപദങ്ങൾ. അപ്പോൾ മുഖ്യമായിട്ടും ആ പദങ്ങളുടെ നിഷ്പത്തി എന്ന് പറയും. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ പദങ്ങൾ രൂപപ്പെട്ടു വരുന്നത്, അതിനാണ് പദനിഷ്പത്തി എന്ന് പറയുന്നത്. പദവ്യുത്പത്തി എന്ന് പറയും. ആ പദങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അർത്ഥം കിട്ടുന്നത്. അപ്പോൾ ഈ പദങ്ങളിൽ ഊന്നിയിട്ടാണ് ഈ വ്യാകരണത്തിന്റെ പോക്ക് മുഴുവൻ. അപ്പോൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ ആ പദങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങൾ വരും. അതിനാണ് നമ്മൾ സന്ധി, സമാസം എന്നെല്ലാം പറയുന്നത്. അതിൽ എന്താണ് പ്രധാനമായും ചെയ്യുന്നത്? അക്ഷരങ്ങളെ പരസ്പരം യോജിപ്പിക്കുക. പദങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പദങ്ങളെ പരസ്പരം യോജിപ്പിക്കുക. ഇനി പദങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പദങ്ങളോട് പുതിയ പുതിയ അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത് പദങ്ങളെ വലുതാക്കുക. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ചില ഭാഗങ്ങളിൽ പറയാം ആ പദങ്ങളെ എവിടെ ഉപയോഗിക്കണം. ഇത്രയാണ് വ്യാകരണത്തിൽ പറയുന്നത്. ഒന്ന്, അക്ഷരങ്ങളെ കൂട്ടി യോജിപ്പിക്കുക, പദങ്ങളെ കൂട്ടി യോജിപ്പിക്കുക. പദങ്ങളിൽ, പദമെന്ന് വെച്ചാൽ വാക്ക്, അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത് ആ പദങ്ങളെ വലുതാക്കുക. ഇതൊക്കെ ഞാൻ ലളിതമാക്കി പറയുന്നതാണ്. വ്യാകരണത്തിന്റെ ഭാഷയല്ല, മലയാള ഭാഷയാണ്. ഇതാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അങ്ങനെ ഒരു പദങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നതിന്, അക്ഷരങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നതിന് പാണിനി നിയമങ്ങൾ പറയും. ആ നിയമങ്ങൾക്ക് ആദ്യം ഈ സങ്കേതങ്ങൾ ആവശ്യമാണ്. ഈ സങ്കേതങ്ങൾ പറയുന്നതിന് കൊണ്ട് നമുക്ക് പാണിനിക്കുള്ള സൗകര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സങ്കേതങ്ങളിലൂടെ ഇവിടെ നിയമങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ഇനി നിയമങ്ങൾ പ്രയോഗിക്കേണ്ടടുത്ത് സങ്കേതങ്ങളെ പറയത്തേ ഉള്ളൂ, നിയമം പറയത്തില്ല. ഉദാഹരണം, ഇവിടെ ഇരിക്കുന്നവരെ 10 പേരുള്ള 10 ഗ്രൂപ്പാക്കി. എന്നിട്ട് ഒരു ഗ്രൂപ്പിന് എ, അടുത്ത ഗ്രൂപ്പിന് ബി, അടുത്ത ഗ്രൂപ്പിന് സി, ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ 10 എ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 10 പേരുണ്ട്. 10 പേരുടെ പേരും എനിക്കറിയാം. പക്ഷെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി വിളിക്കാൻ നേരത്ത് ഞാൻ 10 പേരുടെയും പേര് പറഞ്ഞ് വിളിക്കത്തില്ല. എ വരിക എന്ന് പറഞ്ഞാൽ 10 പേരും വരും. പാണിനി സങ്കേതങ്ങളിലൂടെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. 10 പേരുടെ പേര് പറയേണ്ട സ്ഥാനത്ത്, അതായത് ആ നിയമം പറയേണ്ട സ്ഥാനത്ത് പാണിനി എന്ത് പറയും? എ എന്ന് പറയും. എന്നുവെച്ചാൽ അതാണ് സംജ്ഞ. ആ സങ്കേതങ്ങൾ ഉപയോഗിക്കും. അത് നമുക്ക് മനസ്സിലാകും. ഈ വ്യാകരണത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന കാര്യം, ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഒന്ന്, നമുക്കത് മനസ്സിലാകണം. മനസ്സിലാകുന്നതിന് ഒരു വലിയ ജോലി മനസ്സിലാക്കുന്നവരെക്കാളും ജോലി മനസ്സിലാക്കി തരുന്ന ആളിനാണ്. ഈ മനസ്സിലാക്കി തരുന്ന ആളിന് ഇത് ശരിക്കും മനസ്സിലായാലേ കേൾക്കുന്നവന് ഇത് മനസ്സിലാകത്തുള്ളൂ. ഒരു പ്രധാന കാര്യമാണ്.
അപ്പോ ഈ പറയുമ്പോ മനസ്സിലാകുന്നില്ലെങ്കിൽ ധരിച്ചോണ്ട് ഈ മനസ്സിലാക്കുന്നവനും അത് മനസ്സിലായിട്ടില്ല, നമ്മുടെ കുഴപ്പമല്ല. കാരണം പറയുന്നതിൽ വ്യക്തത വന്നാലേ കേൾക്കുന്നവർക്കും ഇത് വ്യക്തത വരത്തുള്ളൂ. അതൊരു കാര്യം. അപ്പോ ചില ചോദിക്കും, ശരി, ഒരാൾക്ക് മനസ്സിലായി വേറൊരാൾക്ക് മനസ്സിലായില്ലല്ലോ. ഒരു കാര്യം കൂടെ വേണം, അതായത് പരിചയം. ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ ഇതിനോട് എത്രമാത്രം പരിചയപ്പെടുന്നു അതനുസരിച്ചായിരിക്കും ഇത് മനസ്സിലാകുന്നു. പരിചയം എന്ന് പറയുന്നത് അഭ്യാസം കൊണ്ടേ ഉണ്ടാവും. ഇത് ആവർത്തിക്കണം. നമ്മൾ അഭ്യസിച്ച് ഇതിനോട് പരിചയം വരുമ്പോൾ നമുക്കിത് വ്യക്തമായി വരും. സാധാരണ എല്ലാ കാര്യങ്ങളും പറയുന്നുള്ളതുപോലെ തന്നെ ഇതിലും പറയും. എന്താണ് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, ഇതിന്റെ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ ഇതെളുപ്പം മനസ്സിലാവും. ആ സംസ്കാരം ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് പറയും. അതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ പരിചയം വരുന്നതനുസരിച്ച്, അപ്പൊ ഇന്ന് ഇത് കേട്ട് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ പറ്റത്തില്ല. എന്നാൽ പരിചയപ്പെടാൻ ശ്രമിക്കുക. അത് ശ്രമം അനുസരിച്ച് ഇത് വ്യക്തമായി വരും. മത്ഗുണന്മാരാകാതിരിക്കാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ ഗീത തുടങ്ങിയപ്പോഴേ ഏകദേശം ഇതിന്റെ ഒരു 80% ആളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നോ അവരെല്ലാം ഇന്ന് ദീർഘനിദ്രയിലാണ് പലരും. അപ്പൊ അതുപോലെ വരാൻ പാടില്ല. താല്പര്യമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം ആമുഖമായിട്ട്. അതായത് ഇതിന്റെ ഒരു പ്രധാന പ്രയോജനം എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ദർശനത്തെ ഇന്നത്തെ പുറപ്പാടിൽ തന്നെ ഇന്നത്തെ കളി തീരുമെന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും ഒരു ദർശനത്തെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വ്യാകരണം കൂടാതെ സാധ്യമല്ല. പ്രത്യേകിച്ചും പാണിനീയ വ്യാകരണം. കാരണം എല്ലാ ദാർശനികന്മാരും ഈ പാണിനീയ വ്യാകരണത്തെ ആണ് പിന്തുടർന്നിരിക്കുന്നത്. ഇപ്പൊ ബ്രഹ്മസൂത്രം തന്നെ ഞാൻ വായിക്കുന്നു, പറയുന്നു, എല്ലാവരും കേട്ടുകൊണ്ടിരുന്ന് തല ഒഴുകുന്നുണ്ട്. എന്തർത്ഥത്തിലാണ് തല ഒലുക്കുന്നത്? എന്തുദ്ദേശിച്ചാ? എന്തറിഞ്ഞിട്ടാ ഈ തല ഒലുക്കം? ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കും എന്നുള്ളൊരു തോന്നല്. ശരിക്ക് തല കുലുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തല ഒന്ന് ചൂടാവണം. ഇതറിയണം. എന്താ അതിന്റെ നിയമങ്ങൾ, എന്ത് നിയമങ്ങളെ അനുസരിച്ചിട്ടാണ് ഇത് പറയുന്നത്, അതറിയണം. അല്ലെങ്കിൽ വെറുതെ തല ആടത്തേ ഉള്ളൂ. ഇല്ല, ചില പ്രതിഭയിലൊക്കെ തലയിരുന്നാടുമല്ലോ, കാറിലൊക്കെ ഇരുന്ന്. കാര്യമൊന്നുമില്ല. ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇത് മനസ്സിലാക്കണം. എന്ത് നിയമം അനുസരിച്ചിട്ടാണ് അർത്ഥത്തെ പറയുന്നത്, അപ്പോൾ അത് ആ നിയമങ്ങൾ അറിയുന്നത് കൊണ്ടാണ് നമുക്കതിനെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. ആർക്കായാലും. അതല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കണമോ, സംസ്കൃത ഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാക്കണമോ, അങ്ങനെ ഒരു താല്പര്യമുണ്ടോ? അത് അങ്ങനെ മനസ്സിലാക്കിയാലേ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇത് കൂടിയേ തീരും. ഒരു കാര്യം കൂടെ ഓർമ്മിച്ചുകൊള്ളുക. എന്തായാലും ഈ വേഷം കെട്ടിയൊക്കെ ജീവിക്കുന്നു കുറച്ചു പേര്. ഇവിടെ പൊതുജനമൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം എന്തായാലും കടന്നുപോകും. യൗവനം, വാർദ്ധക്യം, ജര, നര ഒക്കെ ബാധിച്ച് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും എല്ലാവരും സ്ഥലം വിടും. മിക്കവാറും എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കാണും, അത് ഉറപ്പാണ്.
അപ്പോ കുറഞ്ഞ പക്ഷെ ഇതെങ്കിലും കൈയിരിക്കട്ടെ. ഇതൊന്നും ഇല്ലെങ്കിലും സമയം കടന്നുപോകും. അപ്പൊ ഇതെങ്കിലും കയ്യിലിരുന്ന അത്രയായി. അങ്ങനെ ഒരു വിചാരത്തിലെങ്കിലും ഇത് പഠിക്കുക. തെളിച്ചു പറയണോ, ഇതൊന്നും പഠിച്ചില്ലെങ്കിലും നമ്മൾ ചത്തുപോകും. അതുകൊണ്ട് ഇതൊന്നും അതിനുവേണ്ടിയെങ്കിലും ഇതൊന്ന് പഠിച്ചിരിക്കുക, ഇതൊന്നും അറിഞ്ഞിരിക്കുക. കാരണം ഇത് ഉപയോഗപ്പെടും. പിന്നെ സംസ്കൃത ഭാഷയുടെ മഹത്വമൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം എനിക്കറിയാം, ഇവിടെ കുറെ കാലം കൊണ്ട് സംസ്കൃതം പഠിക്കുന്നുണ്ട്. അത് ഒന്നും വെറുതെ ആകത്തില്ല. കാരണം നമ്മൾ എന്തൊക്കെ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതെല്ലാം സഹായിക്കും നമ്മുടെ ഈ പഠനത്തിന്. മാത്രമല്ല, ഈ സംസ്കൃത ഈ നമ്മൾ വ്യാകരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നതിനെ മാത്രം നിങ്ങൾ ആശ്രയിക്കരുത്. ഇത് ഏതെല്ലാം തരത്തിൽ സമയമുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുമോ, ആ പഠിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാം വ്യാഖ്യാനങ്ങൾ നോക്കി അത് മനസ്സിലാക്കാൻ പറ്റുമോ, ഇനിയല്ല വേറെ ആരെങ്കിലും അടുത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, അതെല്ലാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ വേറൊരാളുടെ അടുത്ത് പഠിക്കുന്നു എന്ന് വിചാരിച്ച് എനിക്ക് നാണക്കേടോ ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ വിചാരിച്ചാലും പഠിക്കാതിരിക്കരുത്. എവിടെ നിന്ന് പഠിക്കാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം പഠിക്കണം. കാരണം ഇത് അത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട്. ഇതിൽ നമ്മൾ ആർക്കും ഈ മറ്റ് വേദാന്തമൊക്കെ പറഞ്ഞ് വഴിതെറ്റിക്കുന്ന പോലെ ഇത് വഴിതെറ്റിക്കാനും നോക്കത്തില്ല മനസ്സിലാക്കുന്നവന്. കാരണം ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശരിയും തെറ്റും മനസ്സിലാക്കും. തെറ്റാരെങ്കിലും പറഞ്ഞാൽ അപ്പം പഠിക്കും. ശരിയിലൂടെ മാത്രമേ ഒരാൾക്ക് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അത് ഈ ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഏതെല്ലാം സോഴ്സ് ഉണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തണം. പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനികമായ സംഗതികളോ ഏതെല്ലാം ഉപയോഗിച്ചാണെങ്കിലും ശരി, അങ്ങനെ ഇത് ഗൗരവമായിട്ടെടുത്ത് പഠിക്കുന്നവരാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും. അപ്പോൾ ഇതിത്രയാണ് ആമുഖമായിട്ട് പറയുന്നത്. സംജ്ഞാപ്രകരണത്തെ സംജ്ഞയെക്കുറിച്ചാണ് പറഞ്ഞത്. സങ്കേതങ്ങളാണ്. അതിൽ എന്തായാലും അതിലേക്കൊന്ന് പ്രവേശിക്കാം. ആദ്യം വരുന്ന മാഹേശ്വര സൂത്രങ്ങളാണ്. അക്ഷരസമാമനായം എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അക്ഷരങ്ങളുടെ പാഠം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു സമാമനായത്തിന്റെ അർത്ഥം. പ്രത്യാഹാര സൂത്രങ്ങളെന്ന് പറയുന്നുണ്ട്. പക്ഷെ പൊതുവെ പണ്ഡിതന്മാര് എല്ലാം അംഗീകരിച്ചിരിക്കുന്നത് ഇത് പാണിനി രചിച്ച സൂത്രങ്ങൾ തന്നെയാണ്. കാരണം ഈ സൂത്രങ്ങളെ കൂടാതെ പിന്നെ കഥയുണ്ട്. ഇത് ശിവനിൽ നിന്ന് വന്നാണ്. അത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ കഥകൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ വിദ്വാൻമാർ തന്നെ ഇതിനെ പാണിനി രചിച്ച സൂത്രങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട്. ഇത് പാണിനിക്ക് മുമ്പും വ്യാകരണം ഉണ്ടായിരുന്നു. ആ വ്യാകരണങ്ങളിലും ഇത്തരം സൂത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ അല്പസ്വല്പം വ്യത്യാസത്തോടുകൂടി. അപ്പോൾ ഇത് വരുന്ന ആദ്യത്തെ ഈ മാഹേശ്വര സൂത്രങ്ങൾ എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാകണം, ഇത് സംസ്കൃതമല്ല, ഇത് മലയാളമാണ്. ഇത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ സംസ്കൃതം എന്ന് പറഞ്ഞാൽ ആരും ഇത് പേടിക്കരുത്. കാരണം ആ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളമല്ലേ. ഈ എന്ന് പറഞ്ഞാലും അതും മലയാളം. ഓ എന്ന് പറഞ്ഞാൽ മലയാളം. പിന്നെ ഇത് സംസ്കൃതം എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാലും മലയാളം തന്നെ. എനിക്ക് തോന്നുന്നു മറ്റു ഭാഷകളിലും ഇതൊക്കെ ഉണ്ടെന്നാണ്. ഹിന്ദിയിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ 14 സൂത്രങ്ങൾ. ഈ 14 സൂത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പാണിനി ബാക്കിയുള്ള വ്യാകരണ നിയമങ്ങളെല്ലാം രൂപപ്പെടുത്തിയത്. അപ്പോൾ അത് ഞാനൊന്ന് വായിക്കാം, മറ്റുള്ളവർക്കും വായിക്കാം. ഐ ഊണ്, റ് ലക്ക്, എ ഓങ്, ഐ ഔച്ച്, ഹയ വരട്ട്, ലണ്, ഞമ്മ ngണ്ണ നമ്, ഝഭഞ്ഞ്, ഖഡധഷ്, ജബ ഗഡ ദശ്, ഖഫ ചഠ ഥ ചട തവ്,
കപയ് ശഷസര് ഹല്ല്. അതിൽ ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിന് ഇത്തിരി പാടുണ്ട് എന്ന് വിചാരിച്ച് അവരവർക്ക് പറ്റും പോലെ ഉച്ചരിച്ചാൽ മതി. അത് ഉച്ചരിച്ചാരും പല്ലെന്ന് ഇളക്കി കളയരുത്. ഘട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമുള്ളവരാണെങ്കിൽ പല്ലൊക്കെ ഇളകി പോകും. അത്രയും കഷ്ടപ്പെടണ്ട, കുറച്ച് മൈൽഡായിട്ട് മതി. ഇപ്പോൾ തമിഴിലാണെങ്കിൽ എല്ലാത്തിനും കൂടെ ഒരു കായേ ഉള്ളൂ. അവർക്ക് വലിയ സൗകര്യമാണ്, ഒരു ചായയേ ഉള്ളൂ. അതുകൊണ്ട് ദോഷമൊന്നുമില്ല, അവർക്കും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. പിന്നെ ഇതിൽ ചില ഇതുണ്ട്, എന്താണ്, ചില അക്ഷരങ്ങളെ ഇരട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവും. ഇത് എല്ലാവരും ഈ സൂത്രങ്ങൾ എല്ലാവരും മനഃപ്പാഠം ചെയ്യണം. മനഃപ്പാഠം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നമ്മളെല്ലാ ദിവസവും അർച്ചന ചെയ്യുന്ന പോലെ ഇത് എല്ലാ ദിവസവും ഒന്ന് ചൊല്ലിയാൽ മതി. കുറേ ദിവസം കൊണ്ട് തനിയും മനഃപ്പാഠമായി. വ്യാകരണ സൂത്രങ്ങളും വ്യാകരണത്തിന്റെ ആവൃത്തിയും ഉദാഹരണവും വ്യാകരണം പഠിക്കുന്നവർ എല്ലാ ദിവസവും കുറേശ്ശെ ഒരു 10-15 വെച്ചാൽ അതിനധികം സമയമൊന്നും വേണ്ട, 10 എണ്ണം മതി. 10 മിനിറ്റ് എടുത്ത കാര്യമുള്ളൂ. ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് തീരുമ്പോഴത്തേക്ക് ഇത്രയും നമ്മൾക്ക് കണ്ടസ്ഥമായിരിക്കും, മനഃപ്പാഠമായിരിക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾക്കൂടെ ഒരുപാട് ജോലിയുണ്ട്, വ്യാകരണം പഠിക്കാൻ സമയമില്ല എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. 10 മിനിറ്റ് എടുത്ത ജോലിയുള്ളൂ. നമ്മളറിയാതെ തന്നെ ഇത് മനഃപ്പാഠമായിക്കോളും. പിന്നെ അർത്ഥം കൂടെ മനസ്സിലാക്കുമ്പോൾ വളരെ എളുപ്പമാകും. അതുകൊണ്ട് അതിനുള്ള ഒരു പരിശ്രമം ഇന്നേ തുടങ്ങണം, ഐ1 തന്നെ തുടങ്ങണം. അതിന്റെ ബാക്കി വിശദീകരണങ്ങൾ നമ്മളിനി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.